ചേട്ടാ ബാബു കയറി. ചേട്ടാ എന്താ അങ്ങനെ ഇരിക്കുന്നത്? പണിയൊന്നുമില്ലേ? അല്ല ബാബു, ഈ ഒന്നുമില്ല, ഓകത്തൊന്നും അല്ലേ? എന്താ പ്രശ്നം വിജേട്ടാ? കരിങ്കല്ലും പൂഴിയും ഒക്കെ കിട്ടാതായിട്ട് 2-3 ആഴ്ച കയ്യിലാണ് ഒരു 5 പൈസ അല്ല. ഇങ്ങനെ പോയാൽ എവിടെ എത്തും യാതൊരു കിട്ടും. എനിക്കിപ്പോൾ പണിയൊന്നുമില്ല. ഇവിടെ രണ്ടാം കൂടി എന്തെങ്കിലും നോക്കുക. നമ്മക്കൊക്കെ പറ്റിയ പണി ഇപ്പം എന്താണ്? റോഡ് സൈഡിൽ ഒരു ചായക്കട തുടങ്ങിയാലോ? അല്ല, എനിക്ക് ചായ ഒക്കെ ഉണ്ടാക്കാൻ അറിയോ? എനിക്ക് ഏതായാലും അറിയില്ല. എനിക്ക് കട്ടൻ ചായ ഉണ്ടാക്കാൻ അറിയുള്ളൂ. പലയൊക്കെ പല ചായക്കും വേണ്ടി വരിക. എന്നെ കൊണ്ടാവുന്ന കഴിയൂല. 10 ആൾക്കാരും കൂടെ കയറി വന്നാലും 10 തരം ചായ കൂടെ പറയും. മധുരല്ലേ, മധുരമില്ലാത്തത്, വെള്ളച്ചായ, ഇതൊക്കെ അവിടെ മാറിപ്പോയാലേ ഓല ഭാഗം ചീത്ത വേറെയും കേൾക്കും. നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങുക, എന്നിട്ടൊന്ന് ആലോചിക്കും. സമയം ഇപ്പോൾ 6 മണിയായി ബാബു. ഞാൻ നോക്കിയിട്ടിപ്പോൾ കാണുന്നത് കുറച്ച് മരത്തിൻ്റെ പണിയാണ് തുടങ്ങിയാലോ. മരങ്ങളൊക്കെ എടുക്കുക, മട്ടി അങ്ങനത്തെ ഉപ്പൂത്തി ഒക്കെ ചെറുകിട മരങ്ങൾ എടുത്തിട്ട് ചെറിയൊരു ബിസിനസ് നടത്തിയാലോ. ആ വഴിക്കൊന്ന് ചിന്തിച്ച് നോക്ക്. മരം എടുക്കുന്നതിനോ പൈസ ആദ്യം കൊടുത്തിട്ടുണ്ടേ? അതിൻ്റെ അഡ്വാൻസ് കൊടുത്താൽ പോരെ, വലിയ എമൗണ്ട് ഒന്നും വേണ്ടല്ലോ. അല്ല, പൈസ എന്തെങ്കിലും എടുക്കാനുണ്ടാകുമോ? പൈസ ആയിട്ട് കയ്യിലൊന്നുമില്ല. പെണ്ണുങ്ങളെ ഈ സ്വർണ്ണമൊന്നുമില്ല. ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പണയത്തിലാണ്. ഇനിയിപ്പോൾ പൈസ ഇറക്കാത്ത പരിപാടി ഇപ്പം എന്താ നമ്മൾ തുടങ്ങുക? രണ്ടാളെ കയ്യിലും ഫോണുണ്ടല്ലോ. നീ യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങിയാലോ? എന്നാൽ പിന്നെ നമുക്ക് യൂട്യൂബ് ചാനലൊന്ന് തുടങ്ങാം. പൈസ ചിലവില്ലാത്ത ഇപ്പം അത് തന്നെയല്ലോ. എന്നാൽ രണ്ടാൾ കൂടി ഒരു ചാനലായിട്ട് തുടങ്ങാം. ചാനലിൽ ഇപ്പം എന്താ പേരിടുക? തിരുടാന്നിടുക. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടോ? എനിക്കറിയില്ല. തിരുടാന്ന് വെച്ചാൽ കള്ളെണ്ണ, അതൊന്നും ചാനലിലിടാൻ പറ്റില്ല. നിങ്ങളൊരു പേര് പറയും. പേരൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് യൂട്യൂബ് ചാനലിൽ എന്താ ഇടുക എന്നുള്ള ആലോചിക്കുക. ജീവിതത്തിൽ നടക്കുന്നതൊക്കെ തന്നെ അല്ലേ. രാവിലെ എണീക്കുന്നു, പല്ലേക്കുന്നു, കുളിക്കുന്നു, മീൻ പിടിക്കാൻ പോകുന്നു, ടൂറ് പോകുന്നു, ഇതൊക്കെ തന്നെ അല്ലേ ചാനലിൽ. ഇതൊക്കെ ഇട്ടാൽ ആളുകൾ കാണുമോ? നമ്മൾ ചാനൽ തുറന്നു നോക്കി, ഇതൊക്കെ തന്നെ അല്ലേ കാണുന്നത്. പിന്നെ സമയം ഇപ്പോൾ രാത്രി 10 മണിയായി. നമുക്ക് നാളെ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ വീട്ടിൽ പോകാം. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒന്നും നടക്കാത്തത്. ഒരിങ്ങോട്ട്